ഇന്ന് രാവിലെയാണ് ശ്രീജിത്ത് ദമ്പതികളുടെ പെൺകുഞ്ഞ് ദേവേന്ദുവിന്റെ മൃതദേഹം വീടിനോട് ചേർന്ന കിണറ്റിൽ നിന്ന് കണ്ടെടുത്തത്. കൊലപാതകത്തിൽ കുഞ്ഞിന്റെ മാതാവിന്റെ പങ്ക് പോലീസ് അന്വേഷിക്കുന്നുണ്ട്. ദേവേന്ദുവിന്റെ മൃതദേഹം അല്പസമയം മുമ്പ് സംസ്കരിച്ചു. ഇന്നലെ രാത്രി മാതാപിതാക്കൾക്കൊപ്പം ഉറങ്ങാൻ കിടന്ന കുഞ്ഞിനെ കാണാനില്ലെന്ന് ഇന്ന് രാവിലെ കുടുംബം പോലീസിനെ അറിയിക്കുകയായിരുന്നു. തുടർന്ന് നടത്തിയ തിരച്ചിലിലാണ് വീടിന് സമീപത്തെ കിണറ്റിൽ ദേവേന്ദുവിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മുങ്ങിമരണമെന്നാണ് പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. കുഞ്ഞിന്റെ കൈകളിലെ പാടുകൾ കിണറിലെറിഞ്ഞപ്പോൾ ഉണ്ടായതെന്നാണ് നിഗമനം. വിശദമായ ചോദ്യം ചെയ്യലിൽ അമ്മാവൻ ഹരികുമാർ കുറ്റം സമ്മതിച്ചു. കുഞ്ഞിന്റെ മാതാവിന്റെ സഹായം ഹരികുമാറിന് ലഭിച്ചിരുന്നോ എന്ന് പോലീസ് പരിശോധിക്കുന്നു. ഇരുവരും തമ്മിലുള്ള വാട്സ്ആപ്പ് ചാറ്റുകൾ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം. രാത്രി കുഞ്ഞ് ആർക്കൊപ്പം ഉറങ്ങിയെന്നതിൽ പരസ്പര വിരുദ്ധമായ മൊഴികളായിരുന്നു വീട്ടുകാർക്ക്. ദേവേന്ദു തനിക്കും മാതാപിതാക്കൾക്കുമൊപ്പം ഒരു മുറിയിലായിരുന്നുവെന്ന് സഹോദരി 24-നോട്. അച്ഛൻ കട്ടിലിൽ കിടന്ന് ഞാനും അമ്മയും വാവയും കൂടെ തറയിൽ കിടന്ന് 2:30 ഉറങ്ങിയത്. അപ്പോഴും അവർ 5:05 ആയപ്പോൾ പറഞ്ഞ് എൻ്റെ വാവയെ കണ്ടില്ല എന്ന് പറഞ്ഞു. ചോദ്യം ചെയ്യലിനു ശേഷം ദേവേന്ദുവിന്റെ പിതാവിനെയും മുത്തശ്ശിയെയും പോലീസ് വിട്ടയച്ചു. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ദേവേന്ദുവിന്റെ മൃതദേഹം മാതാവ് ശ്രീധുവിന്റെ കുടുംബ വീട്ടിലെത്തിച്ചു. കുടുംബ വീടിന് സമീപമാണ് ദേവേന്ദുവിനെ സംസ്കരിച്ചത്. സംസ്കാര ചടങ്ങിൽ പിതാവും മുത്തശ്ശിയും പങ്കെടുത്തു. 24 തിരുവനന്തപുരം.